വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റണില്ല, പോകാനും പറ്റണില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, വീഡിയോ കണ്ടന്റ് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടുകാരെ നമ്മുടെ വീട്ടിലേക്ക് വരണേ. അപ്പോൾ ഫ്ലിപ്കാർട്ടുകാരെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫ്ലിപ്കാർട്ടുകാരെ നമുക്ക് ആ സാധനം തന്നു. അപ്പോൾ നമുക്ക് ആ സാധനം ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, പൊട്ടിച്ച് നോക്കാനൊന്നുമില്ല, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മുടെ അൺബോക്സിങ് നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മളത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യണതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ വൈഫിൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ യാത്രകളൊക്കെ പോകുമ്പോൾ നമുക്ക് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനായിട്ട് മൊബൈൽ വണ്ടിയിൽ വെച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു മൊബൈൽ ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. പിന്നെന്ന് വെച്ചാല് ഇതാണ് നമ്മുടെ ആ മൊബൈൽ ഹോൾഡർ കേട്ടോ, കണ്ടോ. അപ്പൊ ഇത് വൈഫിന്റെ ഒരു രണ്ടാമത്തെ ഗിഫ്റ്റാണ്, എന്നോട് പറയാതെ സർപ്രൈസ് ഗിഫ്റ്റ്. നമ്മുടെ ഈ മൈക്കും അതേപോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആട്ടോ നമ്മുടെ വൈഫിന്റെ വക. അപ്പൊ ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കാറിലൊന്ന് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കാറിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കാറിൽ ഫിറ്റ് ചെയ്യാല്ലേ. ഗൈസ്, അപ്പൊ നമ്മളിനി അത് നമുക്കൊന്ന് മൊബൈൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്ക് മൊബൈലല്ല, നമുക്ക് അതിൽ തന്നെ നമ്മുടെ ഈ ഹോൾഡർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, എങ്ങനെയാതിപ്പോ? ഓക്കെ, പുതിയ സെറ്റപ്പ് ആയതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടില്ല. എന്തൊക്കെ സെറ്റപ്പാല നമുക്കൊരു എങ്ങനെയത്. ഓക്കെ, കയറ്റിവെക്കാം. ഇങ്ങനെയല്ല, അതേപോയി. അപ്പൊ നമ്മള് കിട്ടി. അയ്യോ, ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പൊ നമ്മള് അതേടാ അങ്ങനെ എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. അപ്പൊ സെറ്റായി. അയ്യോ, അപ്പൊ ഇനിയിപ്പോ ഒരു സാധനം കൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുണ്ട്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പൊ നമുക്കിതൊരു 360 വ്യൂ കിട്ടുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൊബൈൽ വെച്ചിട്ട് തിരിക്കുകയൊക്കെ ചെയ്യാം. യെസ്, ഇത്രേ ടൈറ്റ് ആവുള്ളൂ എന്ന് തോന്നണം കേട്ടോ. കണ്ടോ, കണ്ടോ, നമുക്ക് ഫുള്ളായിട്ട് അത്യാവശ്യം ഒരു 360 റൗണ്ടിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പൊ നമ്മളത് സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഈ സ്റ്റിക്കർ പൊളിച്ചിട്ട് നമുക്കിത് വെക്കണം. എവിടെ വെക്കാം എന്നുള്ളതാണ് നമുക്ക് ഇനി ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഗൈസ്, ഞങ്ങളിത് മൊബൈൽ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങൾ വെക്കേണ്ട ഒരു സ്ഥലം ഞങ്ങൾ നോക്കി കണ്ടുവെച്ചു കേട്ടോ. അപ്പൊ നമുക്കിത് ഇവിടെ ഫിക്സ് ചെയ്യാന്ന് തോന്നുന്നു. കാരണം അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വിസിബിലിറ്റി കുറവ് അങ്ങനെ അത്രയും ഫീൽ ചെയ്യില്ല. നമ്മൾ ഇവിടെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ആകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് കുറവായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഗ്ലാസിന്റെ തൊട്ട് താഴെയായിട്ട് തൊട്ടടുത്താണ് നമ്മളത് സെറ്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്കൊന്ന് ഇവിടെ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ മാത്രമല്ല, നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുത്ത് വെക്കുകയും ചെയ്യാം. ഒരു ഫിക്സഡ് ആയിട്ടല്ല കേട്ടോ. അത് ഞങ്ങളത് നമ്മളെ ഗ്ലാസിന് താഴെയായിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇനി നമുക്ക് മൊബൈൽ പറഞ്ഞാൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും.
അപ്പൊ ഗൈസ് നമ്മുടെ ഐറ്റം നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മാപ്പൊക്കെ നോക്കാനും കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് പറ്റും. കാരണം വെച്ചാല് വീഡിയോക്ക് ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഗൈസ് കാറിലിരുന്നത് ആകെ വിയർത്ത് ആകെ തവിടുപൊടി. അപ്പൊ എന്തായാലും നമ്മുടെ കാർ മൊബൈൽ ഹോൾഡർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഫ്ലിപ്കാർട്ടുകാർ കൊണ്ടുവന്ന നമ്മുടെ മൊബൈൽ ഹോൾഡർ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമുക്കിനി കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് വീഡിയോ കവർ എടുക്കാനുണ്ട്, പക്ഷെ നമുക്ക് പോകാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.